നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം സഭാപർവം ശിശുപാലൻ്റെ കഥ. ഭീഷ്മർ ശിശുപാലൻ്റെ ജനനത്തെപ്പറ്റിയും മറ്റും ഭീമനോട് വിസ്തരിച്ചു പറഞ്ഞു. ജൈതിരാജവംശത്തിൽ പിറന്ന ഇവൻ 3 കണ്ണും 4 കൈയുമായിട്ടാണ് പിറന്നത്. ഇവൻ്റെ വികൃത രൂപം കണ്ടപ്പോൾ ഇവനെ ഉപേക്ഷിക്കാൻ ഇവൻ്റെ അച്ഛനമ്മമാർ തീരുമാനിച്ചു. അപ്പോൾ ഇപ്രകാരം ഒരു അശരീരി ഉണ്ടായി. ഹേ മഹാരാജാവേ, നിന്റെ പുത്രനായ ഇവൻ ശ്രീമാനും മഹാശക്തനുമാകും, ഭയപ്പെടേണ്ടതില്ല. ഇവൻ ഇപ്പോൾ മരിക്കുകയില്ല. ഇവനെ കൊല്ലാൻ ഒരുവൻ ജനിച്ചിട്ടുണ്ട്. ഇപ്രകാരം പറഞ്ഞു മറഞ്ഞു നിന്ന ഭൂതത്തോട് ഇവൻ്റെ അമ്മയായ ശ്രുതിസ്രവസ് ചോദിച്ചു, എൻ്റെ മകനെ ദേവനോ മനുഷ്യനോ ആരാണ് കൊല്ലുക? വാസ്തവം പറയണേ. ഭൂതം പറഞ്ഞു, ഇവനെ എടുത്ത് ആരും മടിയിൽ വയ്ക്കുമ്പോൾ ഇവന് കൂടുതലായുള്ള 2 കൈകളും പൊഴിഞ്ഞു പോകുമോ? ആരെ കാണുമ്പോൾ ഇവൻ്റെ 3ാമത്തെ കണ്ണ് ഇല്ലാതായിത്തീരുമോ? അവനായിരിക്കും ഇവൻ്റെ അന്തകൻ. രാജാവിന് വിചിത്രമായൊരു കുട്ടി പിറന്ന വിവരം എല്ലാവരും അറിഞ്ഞു. ബന്ധുക്കളും സുഹൃത്തുക്കളായ രാജാക്കന്മാരും കുട്ടിയെ കാണാൻ വന്നു. അങ്ങനെ വന്നവരുടെ എല്ലാം മടിയിൽ ഇവൻ്റെ അച്ഛൻ ഇവനെ ഇരുത്തി നോക്കി. എന്നാൽ ഭൂതം പറഞ്ഞ മാതിരി അനുഭവമൊന്നും ഉണ്ടായില്ല. ഇവൻ ജനിച്ച വിവരം ഇവൻ്റെ അമ്മാവന്മാരായ ബലരാമനും ശ്രീകൃഷ്ണനും അറിഞ്ഞു. അവർ ഇവനെ കാണാനെത്തി. അപ്പോൾ നിന്റെ ചിറ്റമ്മ, അതായത് ശ്രുതിസ്രവസ്, ഇവർ കുന്തിയുടെ ഇള സഹോദരിയാണ്, ഇവനെ കൃഷ്ണൻ്റെ മടിയിലിരുത്തി. ഉടൻ തന്നെ അധികമുള്ള 2 കൈകളും കൊഴിഞ്ഞു വീണു. നെറ്റിയിലെ കണ്ണും മറഞ്ഞു. ഇത് കണ്ടപ്പോൾ ഭൂതം പ്രവേശിച്ചതനുസരിച്ച് കൃഷ്ണനായിരിക്കും ഇവൻ്റെ അന്തകനെന്ന് ശ്രുതിസ്രവസ്സിന് മനസ്സിലായി. അവൾ കൃഷ്ണനോട് യാചിച്ചു, കൃഷ്ണ, നീ എൻ്റെ സഹോദരപുത്രനാണല്ലോ. ഇവൻ ചെയ്യുന്ന കുറ്റങ്ങൾ നീ പൊറുക്കണം. കൃഷ്ണൻ, അപ്പച്ചി, നിങ്ങൾ വസനിക്കേണ്ട. ഇവൻ ചെയ്യുന്ന 100 തെറ്റുകൾ ഞാൻ പൊറുക്കുന്നതായിരിക്കും. അതിൽ കൂടുതൽ തെറ്റുകൾ തൻ്റെ പുത്രൻ ചെയ്യുകയില്ല എന്ന് ഉറപ്പിച്ച സാധി സമാധാനിച്ചു. ഇതാണ് ഇവൻ്റെ ജനനചരിത്രം. ഭീഷ്മർ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി ശിശുപാലവധം. ശിശുപാലൻ അപ്പോഴും ഭീഷ്മരെയും കൃഷ്ണനെയും പാണ്ഡവന്മാരെയും നിശിതമായ ഭാഷയിൽ ഭത്സിച്ചു കൊണ്ടിരുന്നു. അവൻ അവരെയെല്ലാം പോരിന് വിളിച്ചു. മതമിളകി നിൽക്കുന്ന ഒരു ആനയെപ്പോലെ അവൻ അസ്വസ്ഥനായി ഇളകിയാടിക്കൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, കൃഷ്ണൻ്റെ കോപം കൊണ്ട് എനിക്കൊരു ചുക്കും വരാനില്ല. അവൻ്റെ പ്രസാദം കൊണ്ട് എനിക്കൊന്നും വേണ്ടതാനും. ധൈര്യമുണ്ടെങ്കിൽ അവൻ എന്നോട് പോരിനിറങ്ങട്ടെ. കൃഷ്ണൻ്റെ ക്ഷമ നശിച്ചു. തന്നെയുമല്ല, അദ്ദേഹം തൻ്റെ അപ്പച്ചിക്ക് കൊടുത്ത വാക്ക് പാലിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. കൃഷ്ണൻ്റെ നേർക്കുള്ള ഇപ്പോഴത്തെ ആക്രമണം ശിശുപാലൻ്റെ 101ാമത്തെ തെറ്റായിരുന്നു. മുമ്പ് പല പ്രാവശ്യങ്ങളിലായി ഇവൻ കൃഷ്ണനോട് 100 തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം അത് ക്ഷമിക്കുകയായിരുന്നു. കൃഷ്ണൻ ഒരു നിമിഷം ധ്യാനനിരതനായി. അടുത്ത നിമിഷത്തിൽ കൃഷ്ണൻ്റെ കയ്യിൽ ചക്രായുധം കാണപ്പെട്ടു. എല്ലാവരും നോക്കി നിൽക്കെ കൃഷ്ണൻ ചക്രായുധം ശിശുപാലൻ്റെ നേർക്കയച്ചു. അവൻ്റെ ശിരസ് മുറിഞ്ഞ് താഴെ വീണു. അതിൽ നിന്നുയർന്ന അഭൗമമായ തേജസ് കൃഷ്ണനിൽ ചെന്ന് ലയിച്ചു. ശിശുപാലൻ്റെ ജഡം രാജോചിതമായ ബഹുമതികളോടെ സംസ്കരിക്കുന്നതിന് ഏർപ്പാട് ചെയ്തു. ശിശുപാലൻ്റെ പുത്രനെ ആ സദസ്സിൽ വെച്ച് തന്നെ രാജാവായി അഭിഷേകവും ചെയ്തു. രാജസൂയ മംഗളമായി സമാപിച്ചു. യുധിഷ്ഠിരൻ ചക്രവർത്തിയായി. യജ്ഞത്തിൽ സംബന്ധിച്ചിരുന്ന രാജാക്കന്മാരെല്ലാം അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി. കൃഷ്ണൻ എല്ലാവരോടും പ്രത്യേകം യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പോയി. ഇനി ദുര്യോധനൻ്റെ സ്ഥലജല വിഭ്രാന്തി. ദുര്യോധനൻ ഏതാനും നാളുകൾ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ പാർത്തു. കൂടെ അമ്മാവനായ ശകുനിയും ഉണ്ടായിരുന്നു. രാജസൂയത്തിൻ്റെ തിരക്കിനിടയിൽ ഇന്ദ്രപ്രസ്ഥവും മയൻ പുതുതായി പണിത സഭാമന്ദിരവും മറ്റും അവർക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം അവർ അതൊക്കെ നടന്നു കണ്ടു. സ്ഥലജലഭ്രമം സൃഷ്ടിക്കുന്ന വിധത്തിലായിരുന്നു സഭയുടെ പണി. ജലമുണ്ടെന്ന് തോന്നിക്കുന്നിടത്ത് ജലമില്ല, ജലമുള്ള സ്ഥലത്തോ ജലമുണ്ടെന്ന് തോന്നുകയുമില്ല. ദുര്യോധനും ശകുനിയും കൂടി സഭ കണ്ട് നടക്കുമ്പോൾ ഒരിടത്ത് വെള്ളമുണ്ടെന്ന് ധരിച്ച് അവർ വസ്ത്രമെല്ലാം ചെരിച്ച് കയറ്റി നടന്നു. അങ്ങനെ അല്പം നടന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തെറ്റ് മനസ്സിലായത്. മറ്റൊരിടത്ത് ചെന്നപ്പോൾ വെള്ളമില്ലെന്ന് ധരിച്ച് മുന്നോട്ട് നടന്നവർ പുളുക്കെന്ന് വെള്ളത്തിൽ വീണു. വസ്ത്രമെല്ലാം നനഞ്ഞു. നനഞ്ഞ വസ്ത്രം മാറ്റുന്നതിന് ധർമ്മപുത്രർ വേറെ വസ്ത്രം വരുത്തി കൊടുത്തു. ദുര്യോധനും ശകുനിക്കും പറ്റിയ അമളി കണ്ട് ദ്രൗപദിയും ഭീമനും മറ്റും കൈകൊട്ടി ആർത്തിച്ചിരിച്ചു. ഇത് ദുര്യോധനന് അസഹ്യമായിരുന്നു. അതുപോലെ അടച്ചു കിടന്ന വാതിൽ തുറന്ന മട്ടിലും തുറന്നു കിടന്ന വാതിൽ അടച്ച മട്ടിലും തോന്നത്തക്ക വിധത്തിൽ ചില പണികൾ സഭയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അടച്ചു കിടന്ന സ്ഫടികവാതിൽ തുറന്നിരിക്കുന്നുവെന്ന ധാരണയിൽ ദുര്യോധനൻ വാതിൽ കടക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ തട്ടി വീണു. ഒരിടത്ത് തുറന്നു കിടന്ന സ്ഫടിക നിർമ്മിതമായ വാതിൽ അടച്ചിരിക്കുകയാണ് എന്നുള്ള ധാരണയിൽ അകത്തേക്ക് കയറാതെ പിന്മാറി. ഇതും പാണ്ഡവരുടെ പരിഹാസത്തിന് കാരണമായി. ഇപ്രകാരം പലവിധത്തിൽ അമളിപറ്റി പരിഹാസ്യതരായ
ദുര്യോധനും ശകുനിയും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. ഗൃഹത്തിലെത്തിയ ദുര്യോധനൻ സദാ പാണ്ഡവന്മാരുടെ ഐശ്വര്യത്തെപ്പറ്റി ഓർത്ത് മനസ്സ് പുണ്ണാക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ മുഖത്ത് വിഷാദം തളം കെട്ടി നിന്നു. എപ്പോഴും നെടുവീർപ്പിട്ടുകൊണ്ട് എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞുമാറി നിന്നിരുന്ന ദുര്യോധനെ സമീപിച്ച് ശകുനി അവൻ്റെ ഖേദകാരണം തിരക്കി. ദുര്യോധനൻ പറഞ്ഞു, അമ്മാവ, ഇന്ദ്രപ്രസ്ഥത്തിലെ ദാടിമോടികൾ അമ്മാവൻ കണ്ടില്ലേ? പാണ്ഡവന്മാരുടെ പ്രതാപം കണ്ടില്ലേ? അവർക്ക് വില പിടിച്ച രത്നങ്ങളും സ്വർണവും വസ്ത്രങ്ങളും മറ്റും കാഴ്ചവെച്ച് എല്ലാ രാജാക്കന്മാരും ബഹുമാനിക്കുന്നത് കണ്ടില്ലേ? അവരുടെ പദവിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ എത്ര നിസ്സാരനാണ്. എനിക്കിങ്ങനെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ തീയിൽ ചാടി മരിക്കും, അല്ലെങ്കിൽ വിഷം കഴിച്ചു മരിക്കും. ശത്രുവിൻ്റെ സമൃദ്ധി കണ്ട് മനസമാധാനത്തോടെ എങ്ങനെയാണ് ജീവിക്കുക? എനിക്ക് എല്ലാ കാര്യത്തിലും അവരെക്കാൾ കൂടുതൽ കഴിവുണ്ട്, പൗരുഷമുണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്ത് പ്രയോജനം? ധാർത്തരാഷ്ട്രർ ഇടിയുന്നു, പാണ്ഡവർ ഉയരുന്നു, അവിടെ വെച്ച് എന്നെ പരിഹസിക്കുന്നു. പാണ്ഡവർ ഉയരുന്നു, അവിടെ വെച്ച് എന്നെ പരിഹസിച്ച് ദ്രൗപദിയും കൂട്ടരും ചിരിച്ചത് അമ്മാവൻ കണ്ടില്ലേ? എനിക്കത് ഓർത്തിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ പൗരുഷം നിഷ്ഫലം തന്നെ. എൻ്റെ ഹൃദയം തീയിൽ കിടന്ന് പൊരിയുകയാണ്. അമ്മാവ, ഞാൻ ജീവൻ ഒടുക്കാൻ തന്നെ തീരുമാനിച്ചു. ശകുനി, ദുര്യോധന, നീ പാണ്ഡവരിൽ അമർഷം കൊണ്ടതുകൊണ്ട് കാര്യമില്ല. അവരെ ജയിക്കുന്നതിന് ഒരു എളുപ്പ വഴിയുണ്ട്. കൗശലം പ്രയോഗിച്ച് നമുക്ക് അവരെ ജയിക്കാം. അവരുടെ പ്രതാപം എടുക്കാം. അവരുടെ ധനവും രാജ്യം തന്നെയും നമുക്ക് കൈവശത്താക്കാം. ദുര്യോധനൻ നിരാശ കൈവെടിഞ്ഞ് ഉത്സാഹഭരിതനായി ചോദിച്ചു, എന്ത്? അവരുടെ ധനവും രാജ്യവും ഒക്കെ നമുക്ക് കൈവശത്തിലാക്കാമെന്നോ? എന്താണ് അമ്മാവ അതിനുള്ള വഴി? അവിടുന്ന് എന്താണ് പറയുന്നത്? ശകുനി, യുധിഷ്ഠിരൻ ചൂതുകളിയിൽ വലിയ ഭ്രമമുള്ള ആളാണ്. എന്നാൽ അതിൽ ചാതുര്യം ഇല്ലതാനും. അവനെ ചൂതിന് വിളിച്ചാൽ ഒഴിഞ്ഞു മാറുകയില്ല. ഒഴിഞ്ഞു മാറുന്നത് രാജ്യധർമ്മവുമല്ല. നീ അവനെ ചൂതാടാൻ വിളിക്കുക. ഞാൻ നിനക്ക് വേണ്ടി കളിക്കാം. എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ യുധിഷ്ഠിരനെ പരാജയപ്പെടുത്താം. അവൻ്റെ ധനവും രാജ്യവും നിനക്കായി നേടിത്തരാം. ഇതെല്ലാം നിൻ്റെ അച്ഛനോട് പറയുക. അദ്ദേഹം സമ്മതിച്ചാൽ നമുക്ക് ചൂത് കളിച്ച് നിശ്ചയമായും അവരെ തോൽപ്പിക്കാം. ശകുനിയും ദുര്യോധനും കൂടി ധൃതരാഷ്ട്രരെ സമീപിച്ചു. ശകുനി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ പ്രിയപുത്രൻ്റെ സ്ഥിതിയൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. ദുര്യോധനൻ ഊണും ഉറക്കവുമില്ലാതെ ക്ഷീണിതനായിരിക്കുന്നു. മനോവ്യാധിയാൽ അവൻ മരണത്തിൻ്റെ മടിത്തട്ടിൽ കിടക്കുകയാണ്. അവൻ്റെ ഹൃദയവ്യതയെക്കുറിച്ച് അങ്ങ് ഒന്നും ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ധൃതരാഷ്ട്രൻ, മകനെ ദുര്യോധന, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഇവിടെയുള്ള എല്ലാ ഐശ്വര്യവും സ്ഥിതി ചെയ്യുന്നത് നിന്നിലല്ലേ? നിനക്ക് എന്താണ് കുറവ്? ദുര്യോധനൻ, എന്തിൻ്റെ കുറവാണെന്ന് അച്ഛൻ ചോദിക്കുന്നു. പാണ്ഡവന്മാരുടെ പ്രതാപ ഐശ്വര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് എന്താണുള്ളത്? ഒന്നുമില്ല. ഞാൻ വെറും തെണ്ടി. രാജസൂയം നടന്നപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ കണ്ട കാഴ്ചകളൊക്കെ എൻ്റെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഭാരതമെമ്പാടുമുള്ള രാജാക്കന്മാർ പാണ്ഡവന്മാർക്ക് കപ്പം കൊടുക്കുന്നു. അവർ കൊണ്ടുകൊടുത്ത കാഴ്ചദ്രവ്യങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് വിവരിക്കാൻ പോലും സാധ്യമല്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ കണ്ടിടത്തോളം ഐശ്വര്യവും സമൃദ്ധിയും ഇന്ദ്രലോകത്ത് പോലും ഉണ്ടായിരിക്കുകയില്ല. ഇതെല്ലാം കണ്ട് എൻ്റെ ഉള്ള് ചുട്ടുനീറുന്നു. ഇനി അടുത്തത് ശകുനിയുടെ ഉപായം എന്ന ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.